ഭാവനെ ഞാൻ കിടക്കാം. സാരല്ല, കുറെ നേരം ഇങ്ങനെ ഇരുന്ന് മയങ്ങിക്കോളൂ. സാരല്ല. നീ ഒന്നും കൂടെ വിളിച്ചു നോക്ക. ഇല്ല മീ, സ്വിച്ച് ഓഫ് എന്ന് പറയുന്ന. ഈശ്വര, ഈ പെണ്ണത് എവിടെ പോയതാ? ലൈബ്രറിയിലാണെങ്കിൽ ലൈബ്രറി ഇപ്പൊ അടച്ചിട്ടുണ്ടാവും ആന്റി. ആ ശരണി എന്ന് പറഞ്ഞ കുട്ടിയോടൊപ്പം വന്നത് എന്തായാലും അവരോടൊപ്പം പഠിക്കുന്ന കുട്ടി ആവില്ലമ്മേ. ഇതിന്റെ പിന്നിൽ എന്തോ ഉണ്ടമ്മേ. നീ ഒന്ന് പേടിപ്പിക്കാതിരിക്കാവോ എന്നെ? അല്ലെങ്കിൽ പിന്നെ ആ ഗർഭിണിയായ പെൺകുട്ടി എന്താ വീട്ടിലേക്ക് വരാത്തെ? അവര് ഭാനുവിനെ കൊണ്ട് എന്തെങ്കിലും സഹായത്തിന് വേണ്ടി വന്നതാവും. അയ്യാ, നീ ഓടി. പഠിക്കുന്ന ബാലു എങ്ങനെ സഹായിക്കാനാ? നീ ചുമ്മാ ഇരുന്ന് ഊഹിച്ചോണ്ട് ഓരോന്ന് പറയരുത്, മനുഷ്യനെ പേടിപ്പിക്കാൻ. സഹായം കാശുകൊണ്ട് മാത്രം ആവണമെന്നില്ലല്ലോ, ആളായിട്ട് സഹായിക്കുമല്ലോ. ഇതിപ്പോ എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും ഈ പെണ്ണിനൊന്ന് പറഞ്ഞിട്ട് പൊയ്ക്കൂടെ? അല്ലേ വേണ്ട, പോട്ടെ, നമ്മളെ ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ? അതെങ്ങനെ ആ കൺമുന്നിൽ നിന്ന് പോയാ പിന്നെ എല്ലാ മക്കളും കണക്ക് തന്നെയാ. അതെ മക്കളെ, നീ ഒന്ന് ഭരത്തിനൊന്ന് വിളിച്ചേ. ഭരത്തിനെ ഭരത്തേട്ടാ, ഞാൻ ആന്റിയുടെ കൊടുക്കാം. ഭരത്തെ, അതെ ഭാനുവിന്റെ 2 കൂട്ടുകാരികൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ലൈബ്രറിയിലേക്കാന്ന് പറഞ്ഞോണ്ട് വിളിച്ചോണ്ട് പോവുകയും ചെയ്തു. സമയം എത്രയായി, ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടുമില്ല. അവള് വന്നോളൂ, കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ.